ഹലോ ഗൈസ്. ഹലോ ഗൈസ് ആണോ ഹലോ നോക്കി. ഹായ്. 1,00,000 രൂപയ്ക്ക് ഫ്രെയിം ഡ്രോപ്പ് ഇല്ലാതെ ഗെയിം കളിക്കാനും സ്മൂത്തായി വീഡിയോ എഡിറ്റ് ചെയ്യാനും പറ്റുന്ന ഒരു ലാപ്ടോപ്പാണ് നമ്മളൊന്ന് നോക്കാൻ പോകുന്നത്. ASUSന്റെ ടഫ് ഡാഷ് F15 എന്ന മോഡലാണ് നമ്മളിന്നൊരു അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ പെട്ടി തുറക്കുമ്പോഴത്തേക്കും അതിന് ലാപ്പ് ഇരിപ്പുണ്ട്. സ്വാഭാവികം. ഒരു കവറൊക്കെ ഇട്ടായിരിക്കുന്നത്. നമുക്കതിലേക്ക് വരാം. പിന്നെ ഇതിനകത്ത് അതിന് കുറച്ച് യൂസർ മാനുവലും പേപ്പേഴ്സൊക്കെ ഇരിപ്പുണ്ട്. ലെറ്റ് ഇറ്റ് ബി ദെയർ. ഈ സൈഡിൽ ഇതിൻ്റെ ചാർജിങ് കേബിൾ ഇരിപ്പുണ്ട്. പിന്നെ ഈ ഒരു സൈഡിൽ ഇതിൻ്റെ ചാർജിങ് ബ്രിക്ക് ഇരിപ്പുണ്ട്. ASUSന്റെ 180 വാട്ടിൻ്റെ AC അഡാപ്റ്ററാണ്. ഈ ലാപ്ടോപ്പ് C ടൈപ്പ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിന് ഡിഫോൾട്ടായിട്ട് വരുന്നത് ഈ ഒരു പിന്നാണ്, 180 വാട്ടിൻ്റെ. അപ്പോൾ പെട്ടിയിൽ ഇത്രയേ ഉള്ളൂ. നമുക്കിനി ലാപ്പിൻ്റെ ബാക്കി സ്പെക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലാപ്പ് പറഞ്ഞാൽ പോലെ. അപ്പോൾ ഇതാണ് നമ്മുടെ ലാപ്പ്. നമുക്ക് ആദ്യം തന്നെ എൻ്റെ ഡിസൈനിലേക്ക് വരാം. എൻ്റെ ഡിസൈനിലേക്ക് നോക്കുമ്പോഴത്തേക്കും വളരെ ഒരു സ്റ്റൈലിഷ് ആൻഡ് പ്രീമിയം ലുക്കാണ് ഈ ലാപ്പിന് കൊടുത്തിട്ടുള്ളത്. ASUSന്റെ മറ്റ് ടോപ്പ് കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും അല്പം സിമ്പിൾ ഡിസൈനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ടോപ്പ് ബോഡി വന്നിട്ട് അലുമിനിയം ബോഡിയാണ്. അതൊരു പ്രീമിയം ലുക്ക് തന്നെ നൽകുന്നുണ്ട്. നെക്സ്റ്റ്, ഈ ലാപ്പ് അല്പം വെയിറ്റ് ഉള്ള ടൈപ്പാണ്. ഇതൊരു 2 കിലോയോളം വെയിറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഡെയിലി യൂസിന് നോക്കുമ്പോഴത്തേക്കും ഒരല്പം വെയിറ്റ് ഉള്ളതായിട്ട് ഫീൽ ചെയ്യും. ബട്ട് സ്റ്റിൽ കുഴപ്പമില്ല, ഇതൊക്കെ പ്രീമിയം സാധനം. ഇനി നമ്മളിതിൻ്റെ ബാക്കിലേക്ക് പോകുമ്പോഴത്തേക്കും ബാക്കിൽ പ്ലാസ്റ്റിക് ബോഡിയാണ്. മെറ്റൽ ബോഡി ടോപ്പിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ അടിയിൽ ഇവിടെ സ്പീക്കർ ഗ്രില്ല് വരുന്നുണ്ട്. ബോട്ടം ഫയറിംഗ് ആണ്, സ്റ്റീരിയോ സ്പീക്കേഴ്സ്. അപ്പോൾ ഇനി ഇതിൻ്റെ കൂളിംഗ് സിസ്റ്റത്തിലേക്ക് വരുമ്പോഴത്തേക്കും 2 ഫാനാണ് വരുന്നത്. ഇനി ഇതിൻ്റെ കൂളിംഗ് സിസ്റ്റത്തിലേക്ക് വരുമ്പോഴത്തേക്കും 2 ഫാനാണ് വരുന്നത്. അതുപോലെ തന്നെ 4 എക്സോസ്റ്റ് സൈഡും വരുന്നുണ്ട്. അത് 2 സൈഡിലായിട്ടും ബാക്കിലുമായിട്ട് 4 എക്സോസ്റ്റ് വെൻ്റാണ് വരുന്നത്. അതുപോലെ തന്നെ 5 ഹീറ്റ് പൈപ്പും ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ IO പോർട്സ് നോക്കാം. ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും 3.5 mm കോംബോ ഓഡിയോ ജാക്ക് ഒരെണ്ണം വരുന്നുണ്ട്. അതുപോലെ ഒരു 3.2 USB വരുന്നുണ്ട്. 2 USB-C ടൈപ്പ് വരുന്നുണ്ട്. അതിലൊരെണ്ണം തണ്ടർബോൾട്ട് 4 ആണ്. അതുപോലെ തന്നെ ഒരു HDMI 2.0 പോർട്ട് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒരു RJ45 ലാൻ പോർട്ട് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇതിൻ്റെ പവർ സോക്കറ്റ്. റൈറ്റ് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും വീണ്ടും ഒരു 3.2 USB പോർട്ടും വരുന്നുണ്ട്. മൊത്തം ഒന്നെന്ന് പറയണോ? നമ്മളെല്ലാവരും ലാപ്പ് വാങ്ങാൻ നേരത്ത് ലാപ്പിൻ്റെ സ്പെക്ക് നോക്കുന്നത് പോലെ തന്നെ നമ്മൾ ഇമ്പോർട്ടൻസ് നൽകുന്ന മറ്റൊരു ഫീച്ചറാണ് ഇതിൻ്റെ വൺ ഹാൻഡ് കോമ്പബിലിറ്റി. ആ ഫീച്ചർ നമുക്ക് ഈ ലാപ്പിന് അവൈലബിൾ ആണോ അല്ലയെന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അതെ, ഈ ലാപ്പ് വൺ ഹാൻഡ് കോമ്പബിലിറ്റി ഉള്ള ഒരു ലാപ്പാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ വൺ ഹാൻഡ് കോമ്പബിലിറ്റി എന്ന ഫീച്ചർ വേണമെന്ന് നിർബന്ധം പിടിക്കുന്നത്? ഒന്ന്, അത് നമ്മുടെ ഡെയിലി യൂസിന് വളരെ കംഫർട്ടബിലിറ്റി നൽകുന്ന ഒരു ഫീച്ചറാണ്. അതിന് പുറമെ ഈ ഒരു വൺ ഹാൻഡ് കോമ്പബിലിറ്റി എന്നത് ഈ ഒരു ലാപ്പിൻ്റെ ഹിഞ്ച് മെക്കാനിസം എത്രത്തോളം സ്മൂത്ത് ആണെന്ന് കാണിച്ചു തരുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേയിലേക്ക് വരാം. ഇതിൻ്റെ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോഴത്തേക്കും 15.6 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD ആൻറ്റി ഗ്ലെയർ ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് വരുന്നത്. അതുപോലെ 144 Hz റിഫ്രഷ് റേറ്റും വരുന്നുണ്ട്. പ്ലസ് ഇതിൻ്റെ ഒരു അഡീഷണൽ ഫീച്ചറായിട്ട് മക്ക് സ്വിച്ച് ഓപ്റ്റിമൈസേഷനും വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ കീബോർഡിലേക്ക് വരുമ്പോഴത്തേക്കും ഇതൊരു വൈറ്റ് കളർ സിംഗിൾ ലൈറ്റ് കീബോർഡാണ്. ഒരു ഫുൾ സൈസ് കീബോർഡാണ് വിത്ത് ന്യൂമറിക് ഓപ്ഷൻസ് ഉള്ളതാണ്. RGB ഇല്ല, പക്ഷേ അതൊരു നെഗറ്റീവായിട്ട് കാണേണ്ട കാര്യമൊന്നുമില്ല. കീബോർഡ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള കീബോർഡാണ്. ഫുൾ സൈസ് കീബോർഡാണ് വിത്ത് ന്യൂമറിക് പാഡ്സ് ആണ്. നമുക്കത് ഗെയിം കളിക്കുമ്പോഴും വർക്ക് ചെയ്യുമ്പോഴും ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കീബോർഡാണിത്. ലൈറ്റ് ഓഫ് ആയ. പിന്നെ ഇതിൻ്റെ കീബോർഡിനകത്ത് അഡീഷണൽ ഒരു 4 ഹോട്ട് കീസ് വരുന്നുണ്ട്. ആ 4 ഹോട്ട് കീസ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ 3 വോളിയം കൺട്രോൾസ് ഉള്ളതാണ്. ലൈക്ക് വോളിയം ഡൗൺ, വോളിയം അപ്പ്, പിന്നെ മ്യൂട്ട്. പിന്നെ അല്ലാതെ 4ാമത്തെ ഹോട്ട് കീ എന്ന് പറയുന്നത് ഇതിൻ്റെ ASUSന്റെ ലൈക്ക് ആ ഒരു ആർമറി ക്രിയേറ്റ് എന്നൊരു ഓപ്ഷൻ ഡയറക്റ്റ് ഓപ്പൺ ചെയ്യാനുള്ളൊരു ഹോട്ട് കീ ആയിട്ടാണ് അത് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ കീബോർഡിൻ്റെ ബാക്കായിട്ട് 3 മോഡിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അത് നമ്മുടെ ഫംഗ്ഷൻ കീയും F4 എന്ന കീയും വെച്ചിട്ട് ഇതിനെ 3 മോഡിൽ അഡ്ജസ്റ്റ് ചെയ്യും. അതിൽ ഒരെണ്ണം എന്ന് പറയുമ്പോൾ സ്റ്റാറ്റിക് മോഡാണ്,
ഒന്ന് ബ്രീത്തിങ് മോഡ്, ഒന്ന് സ്ട്രോബിംഗ് മോഡ്. ഇങ്ങനെ 3 മോഡാണ് ഇതിൻ്റെ ബാക്ക് ലൈറ്റ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ ട്രാക്ക് പാഡിലേക്ക് വരുമ്പോഴത്തേക്കും വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു അത്യാവശ്യം വൈഡർ ആയിട്ടുള്ള ഒരു ട്രാക്ക് പാഡാണ് വരുന്നത്. അതുപോലെ തന്നെ വിൻഡോസിൻ്റെ ഗസ്റ്റർ ഫീച്ചറും ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇതിൻ്റെ ക്യാമറ സെറ്റിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു 720p ഫ്രണ്ട് ക്യാമറ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഈ ഒരു റേഞ്ചിൽ ലാപ്പ് എടുക്കുമ്പോഴത്തേക്കും ആ ഒരു 720p ക്യാമറ എന്നുള്ളത് ഒരു നെഗറ്റീവ് സൈഡാണ്. കാരണം ഓൾറെഡി 1080p ക്യാമറ കൊടുക്കേണ്ട ഒരു കാലം കഴിഞ്ഞു പോയി. സ്റ്റിൽ നമുക്കതൊരു നെഗറ്റീവ് സൈഡായിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാം. ഡുവൽ മൈക്കാണ് വരുന്നത്. 2-way AI നോയിസ് ക്യാൻസലേഷനുള്ള മൈക്സാണ് ഇതിനകത്ത് വരുന്നത്. അതൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. ഇനി നമ്മളിതിൻ്റെ പ്രൊസസ്സർ സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ഇതിൽ വരുന്നത് ഇൻ്റലിൻ്റെ i7-12650H എന്ന വേരിയൻറ്റ് പ്രൊസസ്സറാണ് വരുന്നത്. ഇതിൻ്റെ ബേസ് സ്പീഡ് എന്നത് 2.3 GHz മാക്സിമം സ്പീഡ് 4.7 GHz അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കോർ സൈഡ് നോക്കുവാണെങ്കിൽ ഇതിൽ 10 കോർ വരുന്നുണ്ട്. 6 പെർഫോമൻസ് കോറും 4 എഫിഷ്യൻസി കോറുമാണ് വരുന്നത്. നമുക്കിനി ഇതിൻ്റെ റാം ആൻഡ് സ്റ്റോറേജ് നോക്കാം. റാമിലേക്ക് വരുമ്പോഴത്തേക്കും DDR5 4800 MHz 16GB റാമാണ് ഇതിനകത്ത് വരുന്നത്. 8GB 2 സ്ലോട്ടായിട്ടാണ് വരുന്നത്. നമുക്കത് മാക്സിമം 64GB വരെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. സ്റ്റോറേജ് നോക്കുമ്പോഴത്തേക്കും 512GB M2 NVMe 4th Gen SSD ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്റ്റോറേജിന് ഒരു അഡീഷണൽ സ്ലോട്ടും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് ഒരു M2 അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ ഗ്രാഫിക്സ് കാർഡിലേക്ക് വരുമ്പോഴത്തേക്കും NVIDIA GeForce RTX 3050 4GB ഗ്രാഫിക്സ് കാർഡാണ് വരുന്നത്. ഞാൻ ഇതിന് മുന്നേ പറഞ്ഞ പോലെ ഇതിനകത്ത് മക് സ്വിച്ച് എന്നൊരു അഡീഷണൽ ഫീച്ചർ ഉണ്ട്. ആ മക് സ്വിച്ച് എന്താണെന്നുള്ളതിനെ കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും. ഇനി ഇതിൻ്റെ കണക്ടിവിറ്റി സൈഡിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഡുവൽ ബാൻഡ് Wi-Fi 6 അതുപോലെ തന്നെ ബ്ലൂടൂത്ത് 5.2 വരുന്നുണ്ട്. ഫൈനലി നമ്മൾ ഇതിൻ്റെ ഒരു ബാറ്ററി സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും 76 Wh 4 സെൽ ലിഥിയം അയൺ ബാറ്ററിയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ 180 വാട്ടിൻ്റെ ഒരു AC അഡാപ്റ്ററും ഇൻബോക്സ്ഡ് വരുന്നുണ്ട്. കമ്പനി പറയുന്നൊരു ബാക്കപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് 8 hours ആണ്. പക്ഷേ അത് എത്രത്തോളം ആക്യുറേറ്റ് ആണെന്ന് എനിക്ക് അറിയത്തില്ല. നമുക്കത് മറ്റൊരു ഡീറ്റെയിൽ റിവ്യൂ വീഡിയോയ്ക്ക് അത് നോക്കാം. എത്രത്തോളമാണ് അതിൻ്റെ ബാറ്ററി ലാസ്റ്റ് ചെയ്യുന്നത്, ഓരോ പെർഫോമൻസ് മോഡലും ബാറ്ററി എത്രത്തോളം ബാക്കപ്പ് നൽകുന്നുണ്ടെന്നുള്ളത് നമുക്ക് ആ വീഡിയോ നോക്കാം. ഇതിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കപ്പാസിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും 0 to 50% in 30 minutes ആണ് കമ്പനി പറയുന്നത്. ഓവറോൾ സ്പെക്സ് വൈസ് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഗെയിമിങ്ങിനും എഡിറ്റിങ്ങിനും വളരെ വർത്തി ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് തന്നെയാണ് ഈ ഒരു ASUS TUF Dash F15. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.